നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂക്കി ആക്ഷനും വിശ്വസിച്ച് മോഡിഫിക്കേഷൻ നടത്തിയ വണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങേണ്ട, പണിപാളും. മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിൽ ജൻസികൾ കാത്തിരുന്ന പലതും മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് സമർപ്പിച്ച ശുപാർശയിലില്ല. നിലവിൽ 18 തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് യാതൊരു നിയമതടസ്സവുമില്ലാതെ നടത്താമെന്നാണ് MBDയുടെ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഇതിൽ പലതും നേരത്തെ തന്നെ കേരളത്തിൽ അനുവദനീയമായവയാണ്. സ്ട്രക്ചറൽ ഓൾട്ടറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ MBDയുടെ നിർദ്ദേശങ്ങളിൽ ഇല്ല. മോഡിഫിക്കേഷൻ പ്രേമികൾ കാത്തിരുന്ന ബോഡി മോഡിഫിക്കേഷനോ സൈലൻസറുകൾക്കോ ടയറുകൾക്കോ രൂപമാറ്റം വരുത്താമെന്ന ഒരു നിർദ്ദേശവും ലിസ്റ്റിലില്ല. ഓൾട്ടറേഷൻ ഉൾപ്പെടുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 പരാമർശിക്കാതെയുള്ള റിപ്പോർട്ടാണ് നിലവിൽ MBD മുഖ്യമന്ത്രിക്ക് കൈമാറാൻ പോകുന്നത്. ബോഡി മോഡിഫിക്കേഷൻ, ശബ്ദം കൂടിയ സൈലൻസറുകൾ, വലിയ ടയറുകൾ ഒക്കെ ഘടിപ്പിക്കുന്ന മോഡിഫിക്കേഷനുകളാണ് ഇതിൽ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ ബോഡി മോഡിഫിക്കേഷൻ നടത്തിയ വാഹനങ്ങളുമായി റോഡിലേക്ക് ഇറങ്ങിയാൽ MBD തൂക്കിയെടുക്കും. പൂക്കി ആക്ഷനും വിശ്വസിച്ച് നിരത്തിലിറങ്ങിയാൽ കീശ കീറുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനം അതിഗുരുതരമായ ധനപ്രതിസന്ധിയിലെന്ന് UDF സർക്കാർ പുറത്തുവിട്ട ധവളപത്രം. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണെന്ന് ധവളപത്രം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഏകദേശം 80% ശമ്പളം, പെൻഷൻ, പലിശടവ് എന്നിവയ്ക്കാണ് ചെലവാകുന്നത്. ഈ സാഹചര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായി നിലനിൽക്കുന്നതല്ലെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. വിരമിക്കൽ പ്രായം 1 വർഷം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന് ഏകദേശം 6000 കോടി രൂപയുടെ വിരമിക്കൽ ആനുകൂല്യ ചെലവ് ലാഭിക്കാനാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 2025 മാത്രം 262 ദിവസം ബേസ് ആൻഡ് മീൻസ് അഡ്വാൻസിനെയും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിക്കേണ്ടി വന്നുവെന്നത് ഖജനാവിന്റെ ദയനീയാവസ്ഥ വെളിപ്പെടുത്തുന്നു. വികസനത്തിനായുള്ള മൂലധന ചെലവ് രാജ്യത്ത് തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നത് ആശങ്കാജനകമാണ്. കിഫ്ബി വഴി എടുത്തിട്ടുള്ള ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യത യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ തന്നെ കടമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ വാക്പോര്. മുൻ ധവളപത്രങ്ങൾ പൊളിറ്റിക്കൽ രേഖ ആയിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന് പിന്നാലെയാണ് പോരാരംഭിച്ചത്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പല്ലെന്നും ഇത് പൊളിറ്റിക്കൽ രേഖയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവിൻ്റേത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞു. ധവളപത്രം വായിച്ചു പോലും നോക്കിയിട്ടില്ല, പ്രതിപക്ഷ നേതാവിന് മുൻവിധിയാണെന്നും തങ്ങൾക്ക് തങ്ങളുടെ രീതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പയ്യന്നൂരിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കഞ്ചാവുമായി ജ്യോത്സ്യൻ അറസ്റ്റിൽ. ജ്യോതിശാലയ നടത്തിപ്പുകാരനായ പെരികമന ഇല്ലം ഭാരവാഹി കങ്കോൽ വടശ്ശേരി ശ്രീനാഥാണ് പിടിയിലായത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ജ്യോതിശാലയത്തിൽ നിന്നാണ് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. 5.77 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. കെട്ടിടത്തിന്റെ താഴ്ത്ത നിലയിലുള്ള മുറിയിലെ ചുമരലമാരയിൽ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ബുധനാഴ്ച വൈകിട്ട് പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ PV അനുശ്രീയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസ് ഹൗസ് സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയത്. ജ്യോതിശാലയത്തിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി. കോഴിക്കോട് വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്താണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആദ്യ സർജറിയും ഈ വർഷം ഏപ്രിലിൽ രണ്ടാമത്തെ സർജറിയും ചെയ്തിരുന്നു. ഇടതുവൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ രോഗിയുടെ വലതുവൃക്കയിൽ ചെയ്തുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആദ്യം ശസ്ത്രക്രിയ ചെയ്ത വലതുഭാഗത്ത് പഴുപ്പ് വന്നതോടെ അനുമതിയില്ലാതെ ഇടതുഭാഗത്ത് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയെന്നും കുടുംബം ആരോപിച്ചു. റീജിത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല. ചികിത്സാ പിഴവ് ആരംഭിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിട്ടു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നവീൻ ബാബുവിന്റെ കുടുംബം ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ നടപടി. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിക്കുകയും സംഭവത്തിന് പിന്നിൽ ദുരൂഹത സംശയിക്കാൻ ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടത്. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ആദ്യ കേസാണ്. ഡൽഹിയിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചതിന് ഞെട്ടൽ മാറും മുമ്പേ ബീഹാറിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 10 പേർ മരിച്ചു. മുസഫർപൂർ ജില്ലയിലെ പ്രസാദ് എന്ന സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം. ആശുപത്രിയുടെ 5ാം നിലയിലുള്ള തീവ്ര പരിചരണ വിഭാഗത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായത്. 15-ലധികം പേർക്ക് ഗുരുതരമായി പൊള്ളലുമേറ്റിട്ടുണ്ട്. മണ്ണന്തല ഹസീന കൊലപാതകത്തിലെ പ്രതി ഭർത്താവ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട്ടിൽ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. നാലാഞ്ചിറ മടത്തുനട KRA 158 തിരുപ്പതി ഭവനിൽ വാടകയ്ക്ക് താമസിക്കായിരുന്ന ഹസീനയാണ് കൊല്ലപ്പെട്ടത്. മകളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കായി തിരച്ചിൽ നടന്നു വരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.